സോ ഇതാണ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്. ഈ പെർപെൻഡിക്കുലാർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ഇത്. സോ അതിന് ഓന്ന് നെയിം കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്. ആ ഒരു പോയിന്റ് ഓന്ന് പേര് കൊടുത്തതിന് ശേഷം ഓ സെന്റർ ആക്കി എടുക്കുക. ഇതാണ് നമ്മളുടെ സർക്കിളിന്റെ സെന്റർ വരാം. ഓ സെന്റർ ആക്കിയിട്ട് ഇപ്പോൾ ഒ എ എന്താണ് റേഡിയസ് ആണ്. നമുക്ക് വേണമെങ്കിൽ റേഡിയസ് മാർക്ക് ചെയ്യാം. ഞാൻ പെണ്ണുകൊണ്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. O to A റേഡിയസ് ആണ്, O to C റേഡിയസ് ആണ്, അതുപോലെ O to B. O to B, O to A, O to C. ഇതാണ് നമ്മളുടെ റേഡിയസ്. ഇത് മെഷർ ചെയ്തിട്ട് നമുക്കൊരു സർക്കിൾ വരക്കാം. O to A സെയിം ആയിരിക്കണം, O to B, O to C. ഓക്കെ, അതിന് ഒരു സർക്കിൾ വരക്കാം. സോ സർക്കിളായി. ആ ട്രയാങ്കിളിന്റെ ചുറ്റുള്ള ഒരു സർക്കിൾ ഇതാ, ഈ ഒരു സർക്കിള് നമുക്ക് ആയിട്ടുണ്ട്. ഇനി ആ ഒരു വലിയ ട്രയാങ്കിൾ, പുറത്തേക്കുള്ള ട്രയാങ്കിൾ വരക്കണം അല്ലേ? അതിനൊന്നുമില്ല, ജസ്റ്റ് നമ്മളിപ്പം വരച്ച സർക്കിള്, നമ്മുടെ സർക്കിളിന്റെയും ടാൻജന്റിന്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഇപ്പം നമ്മളിങ്ങനെ ഇവിടെ ഒരു ടാൻജന്റ് വരക്കുന്നത്, അപ്പം ഇതാണ് നമ്മളുടെ റേഡിയസ് വരുമെങ്കിൽ ഇതും ഇതും ടാൻജന്റും റേഡിയസും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളത് 90 ഡിഗ്രി ആയിരിക്കണം. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാം. ഇതല്ലേ, കറക്റ്റ് 90 ഡിഗ്രി വരണം. സോ അത് ആ ഒരു മെഷർമെൻറ്റ് പൊട്രാക്കിൽ തന്നെ നമുക്ക് വരക്കാം. 90 ഡിഗ്രി നമ്മൾ കുറച്ച് ഈ ഒരു ലൈനിൽ കറക്റ്റായിട്ട് വെക്കാം. കാണുന്നുണ്ടല്ലോ, 90 ഡിഗ്രിയിലാണ്. എന്നിട്ട് ഈ ലൈനൊന്നും കൂടെ വരക്കാം. അതേപോലെ തന്നെ ഈ ഒരു റേഡിയസ് OB എന്ന് പറഞ്ഞ റേഡിയസിൽ അതും നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് തന്നെ അവിടെ ടാൻജന്റ് വരക്കുക. സോ ഈ ടാൻജന്റ് കണക്ട് ആയല്ലോ, നമുക്ക് ആ ഒരു ട്രയാങ്കിളിന്റെ സൈഡ് കിട്ടി. ഇനി ഈ ഒരു OA എന്ന് പറഞ്ഞ റേഡിയസ് 90 ഡിഗ്രി ആക്കി എടുത്ത് അടുത്ത ട്രയാങ്കിൾ വരക്കാം.